ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സിന്ധുജസ് ഡെയിലി ഡാസിൽ. സോ ഇന്ന് നമുക്ക് ഞാൻ അത്തമൊക്കെ ഇട്ടു. അതിനുശേഷം നമുക്ക് നമ്മുടെ കൂട്ടുകാരിയുടെ ഒരു പാല് കാച്ചി ഹൗസ് വാമിംഗ് സെറിമണി ഉണ്ട്. സോ അങ്ങോട്ടേക്ക് പോകുന്നത് ഞങ്ങളാണ് കാണുന്നത്. ഗിഫ്റ്റ് എൻ്റെ സ്വന്തം സ്റ്റുഡിയോ സിന്ധുജ സാരി ഫാൻസി സ്റ്റുഡിയോ എന്നാണ്. ഗിഫ്റ്റ് എന്താണെന്ന് അറിയാൻ എൻ്റെ യൂട്യൂബ് ചാനലും നോക്കുക, സിന്ധുജ സാരി ഫാൻസി സ്റ്റുഡിയോ നോക്കുക. ഓക്കെ, സോ വെൽക്കം ടു മൈ ഹൗസ് വാമിംഗ് വ്ളോഗ്. മയ്യെന്ന് വെച്ച എൻ്റെ മോഹിനിയാട്ടം ഡാൻസർ ഫ്രണ്ട് കവിതാസ് ഹൗസ് വാമിംഗ് വ്ളോഗ്. സോ നമ്മൾ പോകുക. ബാക്കി വിശേഷം പാല് വെച്ച് പിടിച്ചെന്ന് കാണാം. കമോൺ. നമ്മുടെ ഷടകത്തിൽ തന്നെയാണ് നോം പോകുന്നത്. അങ്ങനെ ഞാൻ സ്ഥലത്തെത്തി. ഒരു അമ്പലത്തിൻ്റെ സൈഡിലാണ് പാർക്ക് ചെയ്ത ഷടകം. നല്ല മഴ, ഇനി കുടയും പിടിച്ച് വ്ളോഗ് എടുക്കേണ്ട ഗതികേട്. ആ കാണുന്നതാണ് നമ്മുടെ പാല് കാച്ച് വീട്, ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്ത്. ഞാൻ വരി കണ്ടുപിടിക്കാൻ ഇച്ചിരി ചുറ്റി ഡിയാസ്. പോകാം അങ്ങോട്ട്. അതാണ് നമ്മുടെ വീട്. അവിടെ നീന്തണം വിളിക്കുന്നു കേട്ടോ, നമ്മളെടുത്തോളാം. ചെരുപ്പെല്ലാം അവിടെ നിന്ന് മാറ്റണമായിരുന്നു. അങ്ങനെ കവിത ആണ് ആ നിൽക്കുന്ന. കവിത എനിക്ക് കൈയൊക്കെ നേരത്തെ ഹായ് കാണിച്ചു, നിങ്ങൾ കണ്ടോ എന്ന് പറഞ്ഞിട്ട്. പുള്ളിക്കാരത്തി ഭയങ്കര തിരക്കില്ല പാല് കാച്ചുന്നതിൻ്റെ ചടങ്ങിൻ്റെ ഇതിൻ്റെയൊക്കെ. സോ ഞാൻ എൻ്റെ വീട് എന്ന് പറയുന്നത് എൻ്റെ കൂട്ടുകാരിയുടെ നമ്മുടെ വീടാണല്ലോ. സോ ആ യൂസേജിലാണ് പറയുന്നത്, ആ ഒരു സന്തോഷത്തിൻ്റെ പുറത്ത്. സോ ബന്ധുക്കാരൊക്കെ ഉണ്ട്. ഞാൻ കറക്റ്റ് ടൈമാണ് എത്തി. വീട് കണ്ടുപിടിക്കാൻ ഇച്ചിരി ടാസ്ക് ആയിരുന്നു, കാരണം പാല് തിളയ്ക്കുന്നതിനാണല്ലോ നമ്മൾ ഹൗസ് വാമിങ്ങിന് എത്തേണ്ടത്. ആ സമയം കറക്റ്റ് ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു. സോ ആകാംക്ഷഭരിതമായ നിമിഷങ്ങളിലേക്ക് കുറേ നമ്മളിട്ട് പരീക്ഷിച്ച് പാല് പെട്ടെന്ന് പൊന്തി വരുന്നില്ല. അത് ചില സമയം എല്ലാ വീട്ടിലും പാല് വെച്ചുമ്പോൾ ഇതാണ് അവസ്ഥ. പിന്നെ കാരണവർ പറയും ഈ കലം ചഴിച്ച് വെക്ക്, ഒരു ദിശയിലേക്ക് വെക്കുന്നത്. അത് അവസാനം ഇങ്ങനെ കാത്ത് അവിടെ ഒരുപാട് വീഡിയോ കവറേജ് ഉണ്ടായിരുന്നു, റിലേറ്റീവ്സിൻ്റെയും പിന്നെ ബ്ലോഗറായ എൻ്റെ കാണുമല്ലോ ഓട്ടോമാറ്റിക്കലി. സോ ആദ്യം ഞാൻ ആ സ്പോട്ടിൽ തന്നെ പോയി നിന്നു. അടുക്കളയാണ് കണ്ടത്. പിന്നെ നല്ല മഴ ആയതുകൊണ്ട് പുറത്തൊന്നും എൻ്റെ വീട് ചുറ്റി കാണാത്ത പറ്റില്ല. കാരണം കുടയും പിടിച്ച് എല്ലായിടത്തും ചുറ്റുന്ന ടാസ്ക്കാണ് ഈ വ്ളോഗിങ്ങും കാര്യങ്ങളും. അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ കാലിന് നല്ല ഹീൽസും ആയിരുന്നു, ഒരു വൈറ്റ്. ഞാൻ ഇനിയുള്ള വ്ളോഗ്സിൽ കാണിച്ചുതരാം എൻ്റെ വൈറ്റ് ഹീല്. സോ അങ്ങനെ അതാ ആവി വരുന്നു. ഇപ്പോൾ തിളയ്ക്കാറായി. കുഴവി ഇടാനൊക്കെ പറഞ്ഞു, അതൊക്കെ നിങ്ങൾക്ക് കേൾക്കാം. തിളച്ച് തുടങ്ങി. ഇനി അമ്മച്ചി ടീംസ് കുഴവിടട്ടെ. എക്സ്പേർട്ട് ആയിട്ടുള്ളതാ, ഇതാണ് അതിൻ്റെ ആ മൊമെന്റ്. അല്ലാതെ എപ്പോഴെങ്കിലും പോയി നോക്കുമ്പോൾ ചിലപ്പോൾ കൂടുതൽ കാര്യമില്ല.
സോ ഇതാണ് ആ മൊമെൻറ്റ്, കറക്റ്റ് ടൈം. ഇനി അമ്മച്ചി ടീംസിന് കൊടുക്കാം. ഒരു കുഴവയൊക്കെ ഇട്ട് തകർത്തു. കവിത അത് ഇളക്കി. പിന്നെ ഇനി അഴി ഇടുന്ന ചടങ്ങുണ്ട്, അതും കൂടെ ഞാൻ കാണിച്ചുതരാം. അതിനുശേഷം ഞാൻ വീട് ചുറ്റി അത്രയും വേണ്ട. രണ്ട് ഇത് മൂന്ന് പ്രാവശ്യമായിട്ട് അങ്ങനെയാണോ? 3 പ്രാവശ്യമായിട്ടുണ്ട്. അതിന് കാര്യം ഇനി അത് ഒന്നും കൂടെ കാര്യം ഒന്നുകൂടെ. So this is how in most houses in Kerala we do the housewarming ceremony, the spilling of milk and boiling with help of rice. ഇത് അടുക്കളയുടെ സൈഡിലുള്ളൊരു കന്നിമുറിയാണ്. അവിടെ ഗണപതി ഹോമം കഴിഞ്ഞിട്ടുണ്ട്, രാവിലെ നടന്നുകൊണ്ടിരിക്കുന്നു വേറെ പൂജ. പിന്നെ അവിടുത്തെ നേരെ അടുക്കളയിൽ നിന്ന് മേളിലോട്ട് അകത്തിൽ കൂടെ നമുക്ക് സ്റ്റെയർസ് ഉണ്ട്, അതിൽ കൂടെ മേളിലോട്ട് പോവാം. മേളിലോട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അതായത് ടെറസിൻ്റെ സ്റ്റെയർ അകത്തിൽ കൂടെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവർക്ക് വേണമെങ്കിൽ മേളിൽ മുറികൾ പിടിപ്പിക്കാം പിൽക്കാലത്ത്. അങ്ങനെ അടിപൊളി സെറ്റപ്പ്, ലൈറ്റിങ്ങും ഡെക്കറേഷൻസും ഇച്ചിരി ഫ്ലോറൽ, ആർട്ടിഫിഷ്യൽ ഫ്ലോറലൊക്കെ ഇട്ട് മേളിൽ ചെയ്തിട്ടുണ്ട്. മേളിൽ വരുമ്പോൾ ജസ്റ്റ് ഒരു ചെറിയൊരു ഇതുപോലെ ഒരു നടപ്പാത പോലെ, പിന്നെ ബാക്കിലും ഫ്രണ്ടിലുമായിട്ട് അതിൻ്റെ തന്നെ ആ മേളിൽ കിടക്കുന്ന ഡോർസ് ഉണ്ട് ടെറസിലേക്ക് ഇറങ്ങാൻ. ഇവിടെ നല്ല മഴ, സോ എനിക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റൂല. ഇവിടെ വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒരു പ്ലാന്റേഷൻ പോലെ. മഴയാണ്, നിങ്ങൾക്ക് കാണാമെന്നറിഞ്ഞത്. അവിടെ ഒരു വാഷ് ബേസിനുണ്ട്. ഇനി ഇതേ കൂടെ ഞാൻ താഴോട്ട് ഇറങ്ങുവാണ്. അപ്പം അടുക്കള പോയിട്ട് 3 മുറിയുണ്ട്. 3 മുറിയും മേളിൽ ഒരു ടെറസും, ഇനി അതിൻ്റെയും മേളിലോട്ട് കയറാൻ ഒരു ചെറിയ സ്റ്റെപ്പ് പോലെ ഇങ്ങോട്ട് കണ്ടോ, കോണിപ്പടിയുണ്ട്, വെൽഡിങ്. ഞാൻ അതിൽ കയറിയില്ല, വെച്ചാൽ നല്ല മഴയായി. വീഡിയോയിൽ കാണുന്ന പോലെ നല്ല മഴയുണ്ടായിരുന്നു, സോ ഞാൻ കയറിയില്ല. പിൽക്കാലത്ത് ഇവർക്ക് ഇങ്ങോട്ട് റൂം എക്സ്റ്റെൻഡ് ചെയ്യുകയോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്യാൻ തോന്നുന്നു, അതിനുള്ള പ്ലാനിങ് തോന്നുന്നു. സോ എങ്ങനെയുണ്ട് സിന്ധുജിയുടെ ലുക്ക്? ഹൗസ് വാമിങ് ആയതുകൊണ്ട് എൻ്റെ തന്നെ സ്റ്റുഡിയോ പേജിൽ നിന്നുള്ളൊരു സെറ്റും മുണ്ടും ഡാർക്ക് ബ്ലൂ കോമ്പിനേഷനുള്ള കഴയുള്ള, പിന്നെ മാലയും കമ്മലും അതിന് മാച്ച് ആയിട്ടുള്ള പാലക്കാട് ടൈപ്പ്, ഇത് ഞാൻ അതിൽ ലോഞ്ച് ചെയ്ത ഗിഫ്റ്റ് ഉണ്ട്. ഇനി നമുക്ക് കവിതയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതിലേക്ക് പോകാം. ഈ ലൈറ്റ് ഭയങ്കര കിടുവായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. വോളിൽ മറ്റേ 2 ടൈപ്പ്, ഒരു ഹാങ്ങിങ്ങും ഉണ്ട് മറ്റതും ഉണ്ട്. ഇനി നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം. ഇത് സ്വിച്ച് ബോർഡ്, അതും കൂടെ കാണിച്ചിരിക്കാം. താഴോട്ട് പോകാൻ കുറേ അമ്മാവന്മാരും അച്ഛനും അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ, മുതിർന്ന റിലേറ്റീവ്സ് ഇരിപ്പുണ്ട്. സോ സെറ്റും മുണ്ടും പിടിക്കണം, ഗിഫ്റ്റും പിടിക്കണം, വ്ളോഗും എടുക്കണം. ഒരു വ്ളോഗറിൻ്റെ അവസ്ഥയെ. ഞാൻ നേരത്തെ ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വെച്ചു, പക്ഷേ തിരക്കിലായിരുന്നു കവിതാ ചടങ്ങിൻ്റെ. ഇവിടെ കവിതയുടെ ഹസ്ബൻഡും കവിതയുടെ മക്കളുടെയും ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് റൂമാണ്. ബാത്റൂമിനകത്തൊരു കമ്പിപ്പിടി വെച്ചിട്ടുണ്ട്, അത് നല്ലതാണ്. അത്യാവശ്യം ഇച്ചിരി ഏജ് ആയിട്ടുള്ളവർ ഉപയോഗിക്കുമ്പോഴും ക്ലോസ് ചെയ്യുന്ന ഇരുന്നിട്ട് പിടിച്ച് എണീക്കണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഈ സൈഡിൽ ഒരു വാഷ് ബേസിന്, അത്യാവശ്യം നല്ലൊരു ബാത്റൂം. ഈ സൈഡിലുണ്ട് ഒരു ബാർ പോലെ കമ്പി. സോ ഇനി നമുക്ക് കവിതയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കണം, അതിലേക്ക് പോകാം. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇനി കാണുന്നതാണ് ഇത് സെക്കൻഡ് മുറി. അവിടെ സെയിം സജ്ജീകരണങ്ങൾ തന്നെ. എന്നാലും ഞാൻ ബാത്റൂം തുറന്ന് കാണിച്ചു തരാം. ബാത്ത് അറ്റാച്ച്ഡ്, 2 ബാത്ത് അറ്റാച്ച്ഡും കന്നിമൂലയിൽ പിന്നെ ബാത്ത് അറ്റാച്ച്ഡ് അല്ല, നോർമൽ ഒരു മുറി. ഇനി ഇതാ കവിതയുടെ അടുത്തോട്ട് ഞാൻ പോവുകയാണ് ഗിഫ്റ്റ് കൊടുക്കാൻ. ആ രംഗങ്ങളിലേക്കാണ്. കവിത ഒരു ഫോട്ടോ എടുക്കാം. ഇങ്ങനെ കവിതയ്ക്ക് ഞാൻ ഗിഫ്റ്റ് കൊടുക്കുന്ന കൈ കണ്ട് കാണും. ആ ഫോട്ടോ ഞാൻ അവസാനം അറ്റാച്ച് ചെയ്യാം ഫ്രണ്ടിൽ. ഇനി നമ്മൾ ഞാൻ തിന്നാൻ പോവുകയാണ്. ഞാൻ വീട്ടിൻ്റെ വെളിയിലേക്ക് ഇറങ്ങി. സോ നമുക്ക് ഫുഡ് അടിക്കുന്ന സ്ഥലത്തേക്ക് പോകാം. ഫുഡ് അടിക്കുന്ന സ്ഥലം കുറച്ച് അപ്പുറത്താണ്. വീടിൻ്റെ പേര് ശ്രദ്ധിക്കുക, നീഹാരം. നല്ല സ്വീറ്റ് നെയിം അല്ലേ.
അങ്ങനെ എൻ്റെ ഫ്രണ്ടിന് ഞാൻ ഗിഫ്റ്റൊക്കെ കൊടുത്തു. ഇനി നമ്മൾ ഞം 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 തിന്നാൻ പോവാ. തീറ്റ കുറച്ച് ഇതിൻ്റെ ഫ്രണ്ടിലുള്ളൊരു പന്തലിലാണ്, ഞാൻ കാണിച്ചു തരാൻ വരൂ. സോ നമ്മൾ തിന്നാൻ പോകും. സോ പോകുന്ന വഴി മഴയായതുകൊണ്ട് ഇച്ചിരി ചെളിയായിരുന്നു. എൻ്റെതാണെങ്കിൽ ഒരു പാതാളക്കരണ്ടി ഹീൽസ് ആയിരുന്നു. ഞാൻ അത് പിന്നീട് കാണിച്ചു തരാം. അടുത്തടുത്ത ഓണത്തിൻ്റെ സെലിബ്രേഷൻ വ്ളോഗ്സ് ഞാൻ കാണിച്ചു തരാം. ഇത് അമ്പലം വണ്ടി പാർക്ക് ചെയ്ത്. സോ ഇതിനകത്താണ് ഈ ഒരു ഡെക്കറേഷൻ ഷെഡിനകത്താണ് നമുക്ക് ആഹാരം തന്നെ. സോ എന്താണ് ആഹാരം എന്നുള്ളത് അവസാനം വരെ കാണുക വ്ളോഗ്. ഇത് നമുക്ക് കൈ കഴുകാനുള്ളൊരു സജ്ജീകരണം കാറ്ററിംഗുകാർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. സോ വെൽക്കം ടു മൈ ഹൗസ് വാമിംഗ് സെറിമണി ഈറ്റിംഗ് പാർട്ട് ഓഫ് വ്ളോഗ്. തീറ്റ വ്ളോഗിലേക്ക് സ്വാഗതം. അങ്ങനെ ഞാൻ ഫസ്റ്റ് ചെയറിൽ തന്നെ കയറിയിരുന്നു. സോ എന്താ ഫുഡെന്ന് കണ്ടോ? പ്ലേറ്റ് വന്നു. അടുത്ത് നോക്കിക്കോ. ഇഡ്ഡലി വന്നു. ആക്ച്വലി ഞാൻ 2 തിന്നു. ഹൗസ് വാമിങ് ആയതുകൊണ്ട് തീറ്റ അടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ സാമ്പാറാണ് വന്നത്. സാമ്പാർ മുമ്പ് വട വന്നു. വടയ്ക്കോടും എനിക്ക് വലിയ കമ്പമില്ല. പിന്നെ സാമ്പാർ വന്നു. ഒരു വടയുടെ പുറത്ത് ചട്നി, വെള്ള ചമ്മന്തി, പിന്നെ ചായ. കോഫിയുടെ ഓപ്ഷൻ ഇല്ല അവിടെ. ഓരോരുത്തരുടെയും ബഡ്ജറ്റ് അനുസരിച്ചല്ലേ അവർ ചെയ്യൂ. സോ ഞാൻ ചായ കുടിച്ചു. സോ അങ്ങനെ ഞാൻ ഞം തിന്നാൻ പോവാണ്. സോ അങ്ങനെ ഞാൻ ക്യൂട്ട്നെസ് വാരി വിതറി തിന്നുവാണ്. സാമ്പാറും ഇഡ്ഡലിയും ആ രംഗങ്ങളാണ് കാണുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കവിതയുടെ കൂട്ടുകാരുടെ മോളും മോനും വരും. ഞാൻ കാണിച്ചു തരാം വീഡിയോയിൽ. സോ കുറേ പേര് അവിടെ ഇരുന്നത്. ഇതാണ് മോളും മോനും. വീഡിയോ ഇടിയൂടെ റീമൈൻഡ് അടിച്ച് നോക്കുക. പിന്നെ കവിതയുടെ ഹസ്ബൻഡ് ഗൾഫിലാണ്. സോ ഡിസംബറിൽ വരും. ലീവ് കിട്ടാത്തതിൻ്റെ ഇഷ്യൂസ് ആവും. വീഡിയോ കോളിൽ കവിത കാണിക്കുന്നുണ്ട്. ചായ എത്തി, പാലൊക്കെ പൊങ്ങുന്നതൊക്കെ ഞാൻ കണ്ടായിരുന്നു. മുഴുവനെ കാണിക്കുന്നു. ചായ എത്തി, ചായയും കുടിച്ചു. വട ഞാൻ കഴിച്ചു. വടയുടെ ആളല്ല ഞാൻ, പക്ഷെ എന്നാലും ഞാൻ കഴിച്ചു. പിന്നെ ചായ കുടിച്ചു. അതിനുശേഷം നമുക്ക് മറ്റേ ഇതില്ലേ കേസരി, ഒരു മധുരമായിട്ട് കേസരിയാണ് തന്നത്. സോ കേസരിയുടെ ടേൺ കാത്ത് നമ്മൾ ഇരിക്കുള്ളൂ. ഒരു അരികിൽ നിന്ന് കൊണ്ടുവരണം. അതിനുശേഷം കേസരി കൊണ്ടുവന്നു, മഞ്ഞ കളറ്. അത് ഇച്ചിരി കഴിച്ചു ഞാൻ. കേസരിക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. അതാ കേസരി വന്നു, ഇച്ചിരി കഴിച്ചു. സോ അങ്ങനെ നമ്മൾ ഹൗസ് വാമിംഗ് തീറ്റ വ്ളോഗ് കഴിഞ്ഞു. കൈ കഴുകാൻ പോകണം. ഷടകത്തിൻ്റെ അടുത്ത് പോവുക, തിരിച്ച് വീട്ടിലേക്ക് പോവുക. സോ അതായിരുന്നു നമ്മളൊരു കുഞ്ഞ് ഹൗസ് വാമിംഗ്, ഫ്രണ്ട്സ് ഹൗസ് വാമിംഗ് വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വ്ളോഗ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ നമ്മുടെ തീറ്റ കഴിഞ്ഞു. ഇനി നമ്മൾ വീണ്ടും നമ്മുടെ ഷടകം വളയ്ക്കാൻ പറ്റുന്ന സിറ്റുവേഷനിലാണെന്ന് തോന്നുന്നു. ആ ചേട്ടൻ പറഞ്ഞത് വളച്ചിടാൻ. ഞാൻ ഇതിനകത്ത് വരാനുള്ള ആക്രമണം മൂക്ക് ചെയ്തില്ല. നോക്കാം. ബൈ. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞ് പാലുകാച്ച് വ്ളോഗ്. സോ ദാറ്റ് വാസ് എ സ്മോൾ ഹൗസ് വാമിംഗ് വ്ളോഗ് ഓഫ് മൈ ഡാൻസർ ഫ്രണ്ട് കവിത. സോ ഐ വിൽ ഷോ യു വെയർ മൈ വെഹിക്കിൾ ഈസ് പാർക്ക്ഡ്. എൻ്റെ വെഹിക്കിൾ എവിടെയാണ് നിർത്തിയിരിക്കുന്നതെന്ന് കാണിച്ചു തരാം. ക്ഷേത്രത്തിൻ്റെ ഗ്രൗണ്ടിലാണ് നിർത്തി. ഇങ്ങോട്ടൊക്കെ കയറ്റിയാൽ വളയ്ക്കാൻ ഇച്ചിരി ടാസ്ക്കാണ്. ഇതാ നമ്മുടെ ഷടകം എന്തോ നിൽക്കുന്നു. നമ്മൾ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കരുത്. സോ ഐ തോട്ട് നോട്ട് ടു മേക്ക് എ മെസ് വിത്ത് ദ വെഹിക്കിൾ. സോ ഐ പർപ്പസ്ഫുള്ളി പാർക്ക്ഡ് ഇറ്റ് ഹിയർ ആൻഡ് ക്ലൈംഡ് അപ്പ്. Because if the relatives' vehicle, dearest people's vehicle come, it will be a problem. So that was my small lovely vlog regarding house warming. So എൻ്റെ ഹൗസ് വാമിംഗ് അപ്പിയറൻസ് ഇഷ്ടപ്പെട്ടെങ്കിലും എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിലും നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സുജാസ് ഡെയിലി ഡാസിൽ. സോ ഷടകത്തിൽ കയറി പോകുന്നു. അതോടുകൂടി നമ്മുടെ വ്ളോഗ് എൻഡായി. താങ്ക് യു, ബൈ. സോ ഇനി വണ്ടി വളയ്ക്കണം. ആസ് ഓഫ് നൗ വെഹിക്കിൾസ് ബാക്കിലില്ല. വളച്ചിട്ട് കാണാം. സീറ്റ് ബെൽറ്റ് ഇടണം. ദാറ്റ്സ് മോർ ഇമ്പോർട്ടൻറ്റ്. സോ നമ്മൾ വണ്ടി സക്സസ്ഫുള്ളി വളച്ചു. അമ്പലം തിരിച്ച്. സോ നമ്മൾ പോവുകയാണ്. സോ ഈ റൂട്ടിലാണ് നമ്മൾ ആദ്യം വന്ന് നിന്ന്. ആ കാണുന്ന ആർച്ചിനകത്തോട്ടാണ് പുള്ളിക്കാരിയുടെ വീട്. ആക്ച്വലി വണ്ടി നേരത്തെ വളച്ചിടാത്തത്. ആ പാല് കാച്ചിന് കറക്റ്റ് ടൈമാണ് ഞാൻ എത്തിയ റൂട്ട് കണ്ടുപിടിച്ചത്. സോ അതുകൊണ്ടാണ് മെയിൻ
ജംഗ്ഷന് ചന്തമുക്ക്. മുട്ടം ബ്ലോക്ക് നമ്മുടെ മണ്ണാർക്കോണം പോകും. നേരത്തെ കണ്ടത് ചന്തമുക്ക് ജംഗ്ഷനാണ് പേയാട്. ഇത് മണ്ണറക്കോണം തോപ്പുമുക്കിൽ നിന്ന് മണ്ണറക്കോണം പോകുന്നു. എൻ്റെ പൊന്നെ ഒരു കട്ട് റൂട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാമെന്ന് അറിഞ്ഞൂടാ. മുട്ടം ബ്ലോക്കാണ് എപ്പോഴും അവിടെ. ചട്ട ബ്ലോക്ക്. ഈ റോഡിൽ ശരിക്കും പോലീസ് സ്റ്റാഫ്സ് നിന്നാല് മഞ്ഞായ ബ്ലോക്കാണ്. ഒരു റോഡ് ഏതാണെന്നറിയാവോ? നമ്മുടെ തോപ്പുമുക്കിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന മണ്ണറക്കോണം റോഡ്. നമ്മുടെ അയണിങ് കട, ഇസ്തിരി. ഞാൻ ഇസ്തിരി ഇടാൻ കൊടുക്കുന്ന കട അതിൻ്റെ സൈഡാണ്. ഇതിനുമുമ്പ് ഒരു വ്ളോഗ് ഞാൻ ചെയ്തിട്ടുണ്ട് അതിൽ. അങ്ങനെ എൻ്റെ വീടിൻ്റെ അടുത്ത് എത്തിയപ്പോൾ മുട്ടം മഴ കാണാനുണ്ട്, വൈപ്പറൊക്കെ ഇട്ട്. സോ ഫ്രണ്ടിൻ്റെ ഫോട്ടോ ഞാൻ ബാക്കിൽ അറ്റാച്ച് ചെയ്യാം. ഹൗസ് വാമിങ്. ബൈ.